ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ ഡേ ആയിരുന്നു. രാവിലെ എഴുന്നേറ്റു ഫ്രഷായി, പിന്നെ മോർണിംഗിലത്തെ യൂഷ്വൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സമയം പോയെന്ന് അറിയത്തേ ഇല്ലടേ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊഞ്ചായിരുന്നു. അപ്പം ഞാൻ കരുതി കൊഞ്ച് കൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം, എനിക്ക് കൊഞ്ച് കൊണ്ട് വറുത്തരച്ച തീയലുണ്ടാക്കുന്നത് എന്തോ എനിക്ക് പ്രത്യേകതരം ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം തന്നെ ആ കൊഞ്ച് വെള്ളത്തിലിട്ട്, ഫ്രീസറിലിരിക്കുകയായിരുന്നു, അത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൊഞ്ച് തീയൽ മാത്രം പോരല്ലോ, വേറെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഡിഷും കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബീട്രൂട്ട് 2 ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ഈ ഒരു സാധനം കണ്ടു, ഇത് നമുക്ക് പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് കിട്ടുന്ന ഒരു യന്ത്രമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യം ബീട്രൂട്ടൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അതിനകത്ത് അരിഞ്ഞിട്ടിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്കത് കുഞ്ഞു കുഞ്ഞായിട്ട് ഈ ഒരു രൂപത്തിൽ തോരനൊക്കെ അരിയാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഈ തോരൻ അരിഞ്ഞ് വെച്ചതിനകത്ത് വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അടുപ്പിൽ വെച്ച് അതൊന്ന് ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം പുറത്ത് കുറച്ച് വെയിൽ കണ്ടപ്പോഴേ ഞാൻ പെട്ടെന്ന് തുണി അങ്ങ് വിരിച്ചിടുന്നുണ്ടായിരുന്നു. അപ്പം ആ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ ബീട്രൂട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തേക്ക് അരപ്പ്, തോരനുള്ള അരപ്പെല്ലാം ഞാൻ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല, വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം തോരൻ പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ തോരൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നുള്ള പണിയായിരുന്നു ഈ കൊഞ്ച് വൃത്തിയാക്കുന്നത്. ഏകദേശം ഞാൻ സമയം നോക്കിയപ്പോഴത്തേക്കും 45 മിനിറ്റോളം, 3/4 മണിക്കൂറോളം കൊഞ്ച് വൃത്തിയാക്കാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വറുത്തരച്ച തീയലാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. ആദ്യം അതിനുള്ള മലക്കറികളും കാര്യങ്ങളെല്ലാം അരിഞ്ഞും പറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറുത്തരയ്ക്കാനുള്ള തേങ്ങ വറുക്കുന്നുണ്ട്. തേങ്ങ വറുക്കുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞുള്ളി വെളുത്തുള്ളിയും ഇട്ട് തേങ്ങ നല്ലപോലെ ബ്രൗൺ കളറായി വന്നതിന് ശേഷം പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ലപോലെ ബ്രൗൺ കളറിലാക്കിയെടുക്കും. എന്നിട്ട് ചട്ടി വെച്ചിട്ട് നമ്മുടെ മലക്കറി ആദ്യം വേവിച്ചെടുക്കണം. എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം മലക്കറികളായ കിഴങ്ങ്, സവോള, ബ്രിഞ്ചോൾ, മറ്റേ വെണ്ടയ്ക്ക, ഇത് മുരിങ്ങയ്ക്ക ഇടും നല്ലതാണ്, പക്ഷേ മുരിങ്ങയ്ക്ക ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അത് ഇത്രയും വേവിച്ചെടുത്ത് കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കൊഞ്ചിട്ട് അതും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മലക്കറി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മുടെ പുളി വെള്ളത്തിൽ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒഴിച്ച് ഈ സംഭവം ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ വറുത്ത് അരച്ച സാധനം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ അടുക്കളയിൽ ഇഷ്ടംപോലെ പാത്രങ്ങൾ നിരന്തരമായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സൈഡിൽ കൂടെ പാത്രങ്ങളെല്ലാം കഴുകി കൊടുക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളെ നമ്മൾ അടുക്കളയിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ പാത്രങ്ങൾ വന്ന് അടിഞ്ഞു കൂടാറുണ്ട് ഗൈസ്. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കി കഴുകി ഉണക്കി വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അടുക്കളയിൽ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ വിശപ്പിനുള്ള ടൈമാവും. എന്നാൽ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്നാൽ വയറ് നിറച്ച് ഭയങ്കരമായിട്ട് കഴിക്കാനും തോന്നത്തില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പാത്രങ്ങളെല്ലാം ഒതുക്കി വെച്ച് അടുക്കളയും കൂടെ ഒക്കെ ക്ലീനാക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ അന്നത്തെ ദിവസത്തെ കലാപരിപാടികൾ എല്ലാം ഒരുവിധം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അരിയും വാർത്ത് വെക്കുന്നുണ്ട്. കുക്കിങ്ങിന് ഇന്ന് ഇത്രയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ വന്ന് കുറച്ച് അടുക്കി ഒതുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ആ ഡേ തീരാറായിട്ടുണ്ടായിരുന്നു ഗൈസ്. അതാണ് വേറൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു സിമ്പിൾ ഡെയിലി വ്ലോഗ്.